ക്രിസ്മസിന് വളരെ മുമ്പ് തന്നെ പുരാതന ഇസ്രായേലിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ദൈവം തങ്ങൾക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ്. സമാധാനവും നീതിയും സ്വാതന്ത്ര്യവും കൊണ്ടുവരുന്ന ഒരാൾ. ജീവിതം ദുഷ്കരമായിരുന്നു. ശക്തമായ സാമ്രാജ്യങ്ങളാൽ ഭരിക്കപ്പെട്ടിരുന്ന അവരെ ദാരിദ്ര്യം, അക്രമം, അനീതി എന്നിവയുമായി പൊരുതി. പലതും ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന് തോന്നി. ഒരു ദിവസം ഒരു പ്രത്യേക കുട്ടി ജനിക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു. സമാധാനത്തിൻ്റെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നൊരു കുട്ടി, ഒരു രാജാവ്. പക്ഷേ മറ്റ് രാജാക്കന്മാരെ പോലെയല്ല, സൗമ്യനും എളിമയുള്ളവനും കരുണാമയനും. ആളുകൾ നൂറ്റാണ്ടുകളായി കാത്തിരുന്നു. ശക്തനായ ഒരു യോദ്ധാവിനെയും ശക്തനായ ഒരു ഭരണാധികാരിയെയും അവർ പ്രതീക്ഷിച്ചു. എന്നാൽ കഥ യഥാർത്ഥത്തിൽ വികസിക്കുന്ന രീതി നിശബ്ദവും വിനയാന്വിതവും അത്ഭുതകരവുമാണ്. പുരാതന രാജാക്കന്മാർക്ക് ഭരണം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുന്നു. ആകാശത്തിലൊരു വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു. അവിടെ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം.